ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് SCERT ലെസൺസ് ആണുള്ളത്. ന്യൂ SCERT കേട്ടോ. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ ഈ സെക്കൻഡ് ലെസൺ പീരിയോഡിക് ടേബിൾ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 2-3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ 10th സ്റ്റാൻഡേർഡിലെ തേർഡ് ലെസൺ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന മറ്റൊരു ചാപ്റ്റർ കൂടി പഠിക്കേണ്ടതുണ്ട്. ഓൾഡ് SCERTയിലും ഇതേ പേരിൽ തന്നെ രണ്ട് ലെസൺസ് 9th-ലും 10th-ലും ആയിട്ടുണ്ട്. ഇതേ പേരിൽ തന്നെ ഇതേ കണ്ടന്റിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ SCERT ആണ്. ഓൾഡ് SCERTയിൽ സെയിം പോയിന്റ്സ് ആണ്. അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ, ഈ ഒരു പുതിയ SCERTയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പറയും കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് വരാം. പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിള് എന്താണ്? മൂലകങ്ങളെ, ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള മൂലകങ്ങളെ ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം. അതാണ് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോ ഈ ഒരു പീരിയോഡിക് ടേബിളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും ക്ലാസിഫൈ ചെയ്തത് ലാവോസിയാണെന്ന്. അത് കഴിഞ്ഞ് ത്രികങ്ങളുടെ ക്ലാസിഫിക്കേഷൻ വന്നു, ഡൊബൈറെനറുടെ ത്രികങ്ങൾ. പിന്നീട് ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം. അത് കഴിഞ്ഞ് നാലാമതായിട്ടാണ് 1869 മെന്റലിയഫ്, ദിമിത്രി ഇവാനോവിച്ച് മെന്റലിയഫ് എന്ത് ചെയ്തു? പീരിയോഡിക് ടേബിള് തയ്യാറാക്കി. അപ്പൊ ആ സമയത്ത് ആറ്റം ഘടനയെ കുറിച്ചോ അല്ലെങ്കിൽ ആറ്റത്തിലെ കണങ്ങളെ കുറിച്ചോ ഒന്നും വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അന്നോളം ഉണ്ടായിരുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മെന്റലിയഫ് എന്ത് ചെയ്തത്? ആവർത്തന പട്ടിക, ആറ്റോമിക മാസിന്റെ എന്താണ് ആ ഒരു ആരോഹണ ക്രമത്തില് എന്ത് ചെയ്തു? മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ അതിന് ധാരാളം മേന്മകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പീരിയോഡിക് ടേബിളിന് ഒരുപാട് മേന്മകൾ ഉണ്ടായിരുന്നു. ആ മേന്മകളൊക്കെ നമുക്ക് ഓൾഡ് SCERTയിൽ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ന്യൂ SCERTയിലും പറയുന്നുണ്ട്. അത് പക്ഷേ മറ്റൊരു കമ്പാരിസന്റെ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മേന്മകൾ എന്താന്ന് നോക്കാം. അത് കഴിഞ്ഞ് മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പരിമിതികൾ എന്താന്നുള്ളതും നോക്കാം. അപ്പൊ ഇവിടെ മേന്മകൾ കൊടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, താഴേക്ക് വന്നു കഴിയുമ്പോൾ മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ പറയുന്നുണ്ട്. ആ മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളില് കണ്ടോ, മെന്റലിയഫിന്റെ പരിമിതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മോസ്ലിയുടെ ആ ഒരു മേന്മകൾ പറയുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ ഇവിടെ ഫില്ല് ചെയ്യണം. അവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ന്യൂ SCERTയിൽ കൊടുത്തിരിക്കുന്നത്. ഓൾഡ് SCERTയിൽ കറക്റ്റ് ആ പോയിന്റ് അതുപോലെ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സിലേക്ക് കടക്കാം. ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇദ്ദേഹം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്, സമാന ഗുണമുള്ള മൂലകങ്ങളെ, ഒരേ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെ ഒക്കെ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുത്തനെ, പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള വരകളെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മെന്റലിയഫ് സമാന ഗുണമുള്ള മൂലകങ്ങളെയൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വർഗീകരിക്കാനായിട്ട് ശ്രമിച്ചു. അതോടുകൂടിയിട്ട് കെമിസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ മൂലകങ്ങളെ കുറിച്ചുള്ള പഠനമൊക്കെ കുറച്ചുകൂടി എളുപ്പമായി. അതൊരു മേന്മയായിട്ട് നമുക്ക് പറയാം. രണ്ടാമത്, നമ്മൾ പറഞ്ഞല്ലോ ആറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം, അതനുസരിച്ചാണ് ഇദ്ദേഹം പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മൂലകങ്ങളെ എന്ന്. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം, ആറ്റോമിക മാസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന രീതിയിൽ ആരോഹണ ക്രമത്തിൽ. അപ്പോ അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോഴ് ചില മൂലകങ്ങളൊക്കെ ആറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന് കാരണം ചില മൂലകങ്ങളുടെ ആറ്റോമിക മാസ് നിർണയിച്ചതിലെ അപാകതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും പിന്നീട് ബെറീലിയം പോലെയുള്ള കുറച്ച് മൂലകങ്ങളുടെയൊക്കെ ആറ്റോമിക മാസ് തിരുത്തി കുറിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പുനർനിർണയിക്കുകയും ചെയ്തു. ബെറീലിയത്തിന്റെ ആറ്റോമിക മാസ് 14 എന്നായിരുന്നു ആദ്യം കണ്ടുപിടിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹം അത് 14 അല്ല, അത് തെറ്റാണ്, 9 ആണെന്ന് കൃത്യമായി നിർണയിക്കുകയും ചെയ്തു. അപ്പൊ അതൊക്കെ ഒരു മേന്മയായിട്ട് നമുക്ക് പറയാം. പിന്നെ മെന്റലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു മേന്മയായിട്ട് പറയാവുന്നത്, ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ കണ്ടെത്തപ്പെടാനുള്ള കുറേയേറെ മൂലകങ്ങൾക്ക് പ്ലേസ് ഒഴിച്ചിട്ടു, ഗ്യാപ്പ് കൊടുത്തിട്ടു. അപ്പോൾ അവയുടെ ഗുണങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു, പക്ഷെ അതിന് ഒഫീഷ്യലി പേരുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ ആ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒഴിച്ചിട്ടു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മേന്മകളായിട്ട് പറയാവുന്നത്. ക്ലിയർ? 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. സമാന ഗുണമുള്ള മൂലകങ്ങളെയൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വർഗീകരിച്ചു. അതോടുകൂടി കെമിസ്ട്രി പഠനം കുറച്ചുകൂടി ഈസിയായി.
പിന്നെന്താണ്, ചില മൂലകങ്ങളുടെയൊക്കെ ആറ്റോമിക മാസ് പുനർനിർണയിച്ചു. ബെറീലിയത്തിന്റെ ആറ്റോമിക മാസ് 14 എന്ന് തെറ്റായി കണ്ടുപിടിച്ചത് നമ്മുടെ മെൻഡലിയഫ് 9 എന്ന് പുനർനിർണയം നടത്തി. പിന്നെ കണ്ടെത്തപ്പെടാനുള്ള കുറച്ച് മൂലകങ്ങളുടെയൊക്കെ ഗുണം അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷെ അതിനൊന്നും പേരൊന്നും ഒഫീഷ്യലി കൊടുക്കാത്തതുകൊണ്ട് അതിനുള്ള സ്പേസ് അവിടെ വാക്കന്റ് ആയിട്ട് പീരിയോഡിക് ടേബിളിൽ വാക്കന്റ് ആയിട്ട് ഇട്ടു. അപ്പൊ അത്രയും മേന്മകളാണ്. ഇനി ഈ മേന്മകൾ നിങ്ങൾക്ക് ഓൾഡ് SCERT നോക്കിയാൽ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കും. ഇനി മെൻഡലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ചില പരിമിതികളെ കുറിച്ചാണ് ഇത് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഗുണങ്ങളുള്ളത് പോലെ തന്നെ എന്തുണ്ട്, കുറച്ച് പരിമിതികളും മെൻഡലിയഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കുക, മെൻഡലിയഫിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് കേട്ടാൽ തന്നെ ഓർക്കണം, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേന്മകൾ ക്ലിയർ ആണല്ലോ, ഇനി പരിമിതികൾ നോക്കാം. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തി. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ മൃദുലോഹങ്ങളാണ്, കത്തി കൊണ്ടുവരെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണെന്ന്. ആ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് കോപ്പറിനെയും സിൽവറിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു. കാഠിന്യം കൂടിയ മൂലകങ്ങളെ ആ ഒരു ഗ്രൂപ്പിൽ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു. അപ്പം ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെയൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ പരിമിതി തന്നെയാണ് അല്ലെ. അതുപോലെ ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം, അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കാനായിട്ട് ആർക്ക് പറ്റിയില്ല, മെൻഡലിയഫിന് പറ്റിയില്ല. അപ്പൊ അലോഹമാണ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന അലോഹമാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ലോഹങ്ങളുടെ ഒപ്പം കൊണ്ടുപോയിട്ട് ആരെ കൊണ്ടുവച്ചു, ഹൈഡ്രജനെ കൊണ്ടുപോയി വെച്ചു. അതും എന്തു തന്നെ, ഒരു പരിമിതി തന്നെ. ഇനി ഇവിടെ പറയുന്നുണ്ടോ, ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്, പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം. അപ്പൊ ഈ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ഥാനം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതായത് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്താണ്, ഈ ആറ്റോമിക മാസിന്റെ അല്ലെ ന്യൂട്രോണിന്റെ വ്യത്യാസം കാരണമാണ്, ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണമാണ് എന്ത് ചെയ്യുന്ന ഐസോടോപ്പുകൾ ഉണ്ടാവുന്നത്. അപ്പോ എന്താണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം പാലിച്ചു പോരുന്ന സമയത്ത് ഈ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് അവിടെ പ്ലേസ് കൊടുക്കേണ്ടതല്ലേ. അത് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഐസോടോപ്പുകൾക്ക് എന്ത് ചെയ്യണം, വ്യത്യസ്ത ആറ്റോമിക മാസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അവയ്ക്ക് ഓരോന്നിനും ഈ പീരിയോഡിക് ടേബിളിൽ പ്രത്യേക സ്ഥാനം നൽകണം. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല. അതും എന്ത് തന്നെ ഒരു ഡ്രോബാക്ക് തന്നെയാണെന്ന് പറയാം. ഇനി ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും ഒരുപോലെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു പരിമിതിയാണ്. ഓക്കെ, അതായത് കൊബാൾട്ട്, നിക്കല്, ടെലൂറിയം, അയഡിൻ ഇതിന്റെ ഒക്കെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് പറയുന്നത്. ഇനി അതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, അന്നേരം നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നോക്കിയേ, അപ്പൊ അങ്ങനെ പരിമിതികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ സമയത്താണ് നമ്മുടെ ഹെൻറി മോസ്ലി എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിനെ അല്ല, മറിച്ച് ആറ്റോമിക നമ്പറിനെയാണ് എന്ന കണ്ടെത്തലുമായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ എന്താണ്, മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിലെ എന്താണ് പരിമിതികളൊക്കെ കണ്ടു. ആ പരിമിതികളൊക്കെ കണ്ടപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ടായത് എന്നൊക്കെയുള്ള ചിന്തയിന്മേൽ നമ്മുടെ ഹെൻറി മോസ്ലി പരീക്ഷണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിനെ അല്ല, മറിച്ച് എന്തിനെയാണ്, ആറ്റോമിക നമ്പറിനെ ആണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് നയിച്ചു. ഓക്കെ, ആരാണ്, ഹെൻറി മോസ്ലി, മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്ലി. അങ്ങനെ അദ്ദേഹം ഒരു പുതിയ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരികയാണ്. അതാണ് ഇപ്പൊ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു നിയമം, ഏത് നിയമം, മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക നമ്പറിനെയാണ് എന്ന് പറയുന്ന ആ ഒരു നിയമത്തെ ആധുനിക പീരിയോഡിക് നിയമം എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോ മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടി പറയാം. ഏറ്റവും ആദ്യം ലാവോസിയെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും ക്ലാസിഫൈ ചെയ്തു. പിന്നെ നമ്മുടെ ഡൊബായർ എന്നത് ത്രികങ്ങളുമായിട്ട് വന്നു. ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം, കൂടാതെ മെൻഡലിയഫിന്റെ ആവർത്തന പട്ടിക ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കണ്ടെത്തൽ, അതിനെയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് നമ്മുടെ ഹെൻറി മോസ്ലി രംഗത്ത് വന്നു ആധുനിക പീരിയോഡിക് ടേബിളുമായിട്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക നമ്പറിനെയാണ് എന്ന കണ്ടെത്തലിലേക്ക് ഹെൻറി മോസ്ലി എത്തി. അദ്ദേഹത്തിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക്
വന്നത്. അങ്ങനെ ആധുനിക പീരിയോഡിക് ലോ അദ്ദേഹം കൊണ്ടുവന്നു. എന്താണ് ആധുനിക പീരിയോഡിക് നിയമം എന്ന് പറയുന്നത്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പൊ ആറ്റോമിക് നമ്പറിനാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് പറഞ്ഞതുപോലെ ആറ്റോമിക് മാസിനല്ല. ഓക്കെ, ആറ്റോമിക് മാസിനല്ല, ആറ്റോമിക നമ്പറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ആര് പറഞ്ഞു? ഹെൻറി മോസ്ലി പറഞ്ഞു. ഇനി നോക്കിയേ, ആധുനിക പീരിയോഡിക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തിൽ, ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, മോസ്ലി എന്ത് ചെയ്തു? മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തിൽ വിന്യസിക്കുകയും അങ്ങനെ ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരുടെയും ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് മെൻഡലിയേഫിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകളും പരിമിതികളും പഠിച്ചു. ഇനി ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകളാണ് നോക്കുന്നത്. അതായത് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയ്ക്ക് എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പുതിയ ഒരു പീരിയോഡിക് ടേബിൾ വന്നത്. അപ്പോ മെൻഡലിയേഫിന്റെ പരിമിതികളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ഓവർകം ചെയ്ത് വരണം, അല്ലെ? അപ്പോഴാണ് അതിനൊക്കെ ഒരു ഉത്തരം വരുള്ളൂ. അതിനൊക്കെ ഉത്തരം കൊടുത്തുകൊണ്ടാണ് പുതിയ പീരിയോഡിക് ടേബിൾ രംഗത്ത് വരുന്നത്. അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഗുണങ്ങളിൽ വ്യത്യാസമുള്ള മൂലകങ്ങൾ, അതായത് മൃദുവായിട്ടുള്ള ലോഹങ്ങൾ, സോഡിയം പൊട്ടാസ്യം പോലുള്ള മൃദുലോഹങ്ങളെ കോപ്പർ സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ ആധുനിക പീരിയോഡിക് ടേബിളിൽ എന്താ ചെയ്തത്? സമാന ഗുണമുള്ള മൂലകങ്ങളെയാണ് എന്ത് ചെയ്തത്? ഒരു ഗ്രൂപ്പിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. അതിന് മോസ്റ്റ്ലി പ്രത്യേകം ശ്രദ്ധ കൊടുത്തു. അതിനാൽ ഒരു മൂലകത്തിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് മൂലകങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ധാരണ ലഭിക്കും. ഇനി ഈ ഭാഗം പറയുമ്പോൾ പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇങ്ങനെ കുത്തനെയുള്ള ഇതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ, ഗ്രൂപ്പ്. ഓക്കെ, വിലങ്ങനെയുള്ളവയാണ് പിരീഡുകൾ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കുക, അല്ലെ? ഗ്രൂപ്പ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താന്നുള്ളത് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഒട്ടും ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണമുള്ള മൂലകങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു മൂലകത്തിന്റെ ഗുണങ്ങൾ, ഇപ്പൊ ഇതിലെ ആദ്യത്തെ മൂലകത്തിന്റെ ഗുണം നമുക്ക് അറിയാമെങ്കിൽ അതേ ഗുണം തന്നെയാണ്, അതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും ബാക്കിയുള്ള മൂലകങ്ങൾക്കും എന്നുള്ള ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താം. ഇനി അടുത്തത്, രണ്ടാമത്, ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മൂലകത്തിന്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിന്റെ പരിമിതി പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാ? ആറ്റോമിക നമ്പറിനാണ്. ആറ്റോമിക മാസ് കാരണം, അല്ലെ ആറ്റോമിക മാസിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഐസോടോപ്പുകൾ ഉണ്ടാവുന്നത്. അപ്പോ ആറ്റോമിക മാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജന്റെ ഐസോടോപ്പ്, കാർബൺ ഐസോടോപ്പ്. അപ്പൊ ഈ ഐസോടോപ്പുകൾക്കൊക്കെ പ്രത്യേക സ്ഥാനം കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പൊ നമ്മുടെ മെൻഡലിയേഫ് പറയാണ് ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐസോടോപ്പുകൾക്ക് കൂടെ യാതൊരു പ്രസക്തിയുമില്ല. എന്താണ്? ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ഞാൻ എന്റെ പീരിയോഡിക് ടേബിളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്നത് മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു പരിമിതിയാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് ആർഗൺ എന്ന മൂലകത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? പൊട്ടാസ്യം എന്ന മൂലകത്തിന്റെ സ്ഥാനം വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ആർഗൺ എന്ന മൂലകത്തിന്റെ ആറ്റോമിക മാസ് 40 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിൽ പൊട്ടാസ്യം വരുന്നത്. പക്ഷെ എന്റെ മാസ് ഡിഫറൻസ് ഉണ്ട്, ആരോഹണ ക്രമം അവിടെ പാലിച്ചിട്ടില്ല. പക്ഷേ ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ ആറ്റോമിക മാസിന്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല. ആറ്റോമിക മാസിനെ മെൻഡലിയേഫ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. മെൻഡലിയേഫിന് എപ്പോഴും ഇഷ്ടം ആരെയാണ്? ആറ്റോമിക നമ്പറിനെയാണ്. അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ആറ്റോമിക മാസിന്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം അവിടെ പ്രസക്തമേ അല്ല. ഓക്കെ ആണ്. ഇനി അടുത്തത്, ഇപ്പൊ പീരിയോഡിക് ടേബിളിൽ നിലവിൽ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വന്ന മൂലകം ഏതാണ്? ഓർഗനസൺ ആണ്. ഈ ചോദ്യം LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിലവിൽ എത്ര മൂലകങ്ങളുണ്ട്? ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന മൂലകം ഏതാണ്? ഓർഗനസൺ എന്നാണ് അതിന്റെ പേര്. ആറ്റോമിക നമ്പർ 118. ഇനി 18ാമത്തെ ഗ്രൂപ്പിലാണ് ഓർഗനസൺ വരുന്നത്. അപ്പൊ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്. ഇനി പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകൾ എന്നും, ഇങ്ങനെ ഇതാണ് പിരീഡ്, ഇങ്ങനെ പോകുന്ന 7 പിരീഡുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതുപോലെ തന്നെ കുത്തനെയുള്ള കോളങ്ങളെ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളെ എന്തെന്ന് പറയും?
വെർട്ടിക്കൽ ആയിട്ടുള്ള കോളങ്ങളെ എന്ത് പറയും? ഗ്രൂപ്പുകൾ എന്നും പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളിൽ രാസഭൗതിക സ്വഭാവങ്ങൾ സമാനത പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പൊ പിരീഡുകൾ 7 നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിലും 7 പീരീഡ് അല്ലേ, ആ രീതിയിൽ കണക്ട് ചെയ്യുക. 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെയാണ് എന്ത് പറയുക? പിരീഡുകൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെയാണ് പിരീഡുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കുത്തനെയുള്ള വരകളാണ് ഗ്രൂപ്പുകൾ. ഇപ്പൊ ഈ ഒരേ ഗ്രൂപ്പിലാണെങ്കിൽ അവിടെ രാസഗുണങ്ങളും ഭൗതിക സ്വഭാവത്തിലും ഒക്കെ ഈ മൂലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? സമാനത ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതേ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പീരിയോഡിക് ടേബിൾ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. നോക്കിക്കോളൂ. 118 മൂലകങ്ങളെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ കണ്ടോ, വാതകങ്ങളുണ്ട്, ദ്രാവകങ്ങളുണ്ട്, കൃത്രിമ മൂലകങ്ങളും ഉണ്ട്. അപ്പൊ വാതകങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറിലാണ് ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഹൈഡ്രജൻ ഈ ഒരു ഭാഗത്തേക്ക്, പിന്നെ 18ാമത്തെ ഗ്രൂപ്പില് പിന്നെ ഇവിടെ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. പിന്നെ വരുന്നത് ദ്രാവകങ്ങളാണ്. സീസിയം, ഫ്രാൻസിയം, മെർക്കുറി, പിന്നെ ഗാലിയം, പിന്നെ ബ്രോമിൻ. ഓക്കെ, പിന്നെ കൃത്രിമ മൂലകങ്ങൾക്കാണ് ഒരു പിങ്കിഷ് കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ, ഇപ്പൊ നോക്കിയാൽ നമ്മൾ ബെറീലിയം എടുക്കുകയാണെങ്കിൽ ബെറീലിയത്തിന്റെ ആറ്റോമിക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4, പ്രതീകം BE എന്നാണ്. ബെറീലിയം, അതിന്റെ പേര് ബെറീലിയം. 2 എന്ന രീതിയിൽ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓരോ മൂലകത്തിനും നമുക്കിവിടെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു പീരിയോഡിക് ടേബിൾ. അങ്ങനെ 118 മൂലകങ്ങളുണ്ട്. പിന്നെ നോക്കിയേ, ഏറ്റവും അവസാന ഭാഗത്ത് വരുമ്പോൾ അതേ നമുക്ക് വാല് പോലെ ഒരു സാധനം കാണുന്നുണ്ടോ? അപ്പൊ അതെന്താണ്? ഇവിടെ കണ്ടോ, 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങൾ ഇവിടെ വരുന്നവയാണ്. അതുപോലെ 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങൾ ഈ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ സംഭവം കൂടി ഇതിന്റെ ഇടയിലോട്ട് അങ്ങ് കയറ്റി കൊടുത്താൽ എന്ത് ചെയ്യും? ഈ പീരിയോഡിക് ടേബിളിന്റെ ഭംഗി മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെടും അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഈ 57 മുതൽ 71 വരെയുള്ള കാര്യങ്ങളെ ഈ താഴെ ഒരു വാല് പോലെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ലെന്താനം മുതൽ ലുട്ടീറ്റിയം വരെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ആക്ടിനിയം 89 മുതൽ 103 വരെയുള്ള ലോറൻഷ്യം വരെയുള്ള കാര്യങ്ങളെ അതിന് തൊട്ട് താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഇതെന്താണ്? F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമുക്ക് പറയാം. F ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ എന്താ ഇത് സംഭവം? 57 മുതൽ 71 വരെ അത് ഈ ഒരു ഭാഗത്ത് വരുന്നവ തന്നെയാണ് കേട്ടോ. അതുപോലെ 89 മുതൽ 103 വരെയുള്ളത് അതും ഈ ഭാഗത്ത് വരുന്നവയാണ്. ഓക്കെ, ഇനി നോക്കിയേ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് F ബ്ലോക്ക് എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി ഈ മുകളിൽ തന്നിരിക്കുന്ന ബാക്കിയുള്ളവ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പിനെയും ചേർത്ത് നമുക്ക് S ബ്ലോക്ക് എന്ന് പറയാം. S. ഓക്കെ, ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് P ബ്ലോക്ക് എലമെന്റ്സ്. P ബ്ലോക്ക്. ഓക്കെ, ഇനി ഈ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് D ബ്ലോക്ക് എലമെന്റ്സ്. അങ്ങനെ 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്യുന്നത്. SPDF എന്ന രീതിയിൽ. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് വരാം. പുതിയതായി കണ്ടെത്തിയ മൂലകങ്ങളെ കുറിച്ചാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങളെ 7ാമത്തെ പീരീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 7ാമത്തെ പീരീഡിൽ. ഓക്കെ, അപ്പോൾ ആറ്റോമിക നമ്പർ 113 ഉള്ള നിഹോണിയം, ആറ്റോമിക നമ്പർ 115 ഉള്ള മോസ്കോവിയം, ആറ്റോമിക നമ്പർ 117 ഉള്ള ടെന്നസിൻ, 118 ആറ്റോമിക നമ്പർ വരുന്ന ഒഗനസൻ എന്നിങ്ങനെ 4 മൂലകങ്ങളെ 2016 പീരിയോഡിക് ടേബിളിൽ 7ാമത്തെ പീരീഡിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ പേര് വന്നതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാം. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് വന്നിട്ടുള്ളത്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. കൂടാതെ ഉദയസൂര്യന്റെ നാട് എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇനി അടുത്തത് മോസ്കോവിയം എന്ന മൂലകത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളൊക്കെ പ്രധാനമായി നടന്നത് മോസ്കോയിലായിരുന്നു. പിന്നെ ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ ഒരു പേരിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ അവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. നിഹോണിയം, മോസ്കോവിയം, ടെന്നസൻ എന്ന് പറയുന്ന ഈ 3 മൂലകങ്ങൾക്കും അവയുമായി ബന്ധപ്പെട്ട പ്ലേസിൽ നിന്നാണ് ആ ഒരു പേര് ലഭിച്ചത്. ഓക്കെ, എന്നാൽ ഒഗനസന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആണ്. ആ മൂലകത്തിന്റെ പേര് നൽകിയത് പ്രൊഫസർ യൂറി ഒഗനിഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന്റെ 2ാമത്തെ ഉദാഹരണമാണ് ഇത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഇപ്രകാരം പേര് നൽകിയ ആറ്റോമിക നമ്പർ 106 ആറ്റോമിക നമ്പർ 106 ഉള്ള
സീബോർഗിയം എന്ന മൂലകത്തിനാണ് 106 എന്ന ആറ്റോമിക നമ്പർ ഉള്ളത്. അപ്പൊ ഈ സീബോർഗിയം എന്ന പേര് ഗ്ലൈൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായിട്ട് നൽകിയ പേരാണ്. ഇനി രണ്ടാമത് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനുള്ള ബഹുമാനാർത്ഥം നൽകിയിരിക്കുന്ന ആർക്കാണ്? ഒഗനസനാണ്. 118. അതാ പ്രൊഫസർ യൂറി ഒഗനിഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനുള്ള ബഹുമാനാർത്ഥാണ് അങ്ങനെ പേര് നൽകിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മൂലകങ്ങളുടെ കൂടുതൽ സവിശേഷതകൾ, ശാസ്ത്രീയമായ വർഗീകരണത്തിന്റെ മെച്ചങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ അവയുടെ സ്ഥാനവും നോക്കാം. നോക്കിയേ, പിരീഡുകളുടെ എണ്ണം എത്ര? നമ്മൾ പറഞ്ഞു 7 പിരീഡ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ? 7 പിരീഡ്. ഗ്രൂപ്പുകളാണെങ്കിൽ 18. ഇനി മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള പിരീഡ് ഏതാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ആദ്യത്തെ പിരീഡ് ആണ് അല്ലെ? ആദ്യത്തെ പിരീഡിലാണ് എന്ത് ചെയ്യുന്നത്? മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത്. അവിടെ ഏതൊക്കെ ഉള്ളൂ? ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. നമുക്ക് മുകളിലോട്ട് പോകണം, നോക്കിയിട്ട് വരാം. മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും. നോക്കാട്ടോ, മൂലകങ്ങളുടെ എണ്ണം കുറവുള്ള പിരീഡ് ഏതാണെന്നുള്ളതൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഒന്നാമത്തെ പീരീഡിൽ ഇവിടെ ഹൈഡ്രജനെ കണ്ടോ? ഹൈഡ്രജനും ഉണ്ട്, പിന്നെ ആരും കൂടി ഉണ്ട്, ഇപ്പുറത്ത് ഹീലിയം കൂടി വരുന്നുണ്ട്. അപ്പൊ 2 പേരാണ് എന്ത് ഒന്നാമത്തെ പീരീഡിലുള്ളത്. ഒന്നാമത്തെ പീരീഡ്. രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ പീരീഡിലേക്ക് നോക്കാം നമുക്ക്. രണ്ടാമത്തെ പീരീഡിൽ ഏകദേശം 8 പേരാണ് വരുന്നത്. 8 പേര്. രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും അങ്ങനെ തന്നെയാണ്. 8 മൂലകങ്ങളായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒന്നാമത്തെ പീരീഡില് 2, പിന്നെ മൂന്നാമത്തെ പീരീഡിലും രണ്ടാമത്തെ പീരീഡിലും 8 വീതം, പിന്നെ വരുന്നത് 4ലും 5ലും 18 മൂലകങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, 6ലും 7ലും 32 മൂലകങ്ങൾ വീതവുമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും കൂടുതലുള്ള പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 6ഉം 7ഉം ആണ്. 32 വീതമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പീരീഡിൽ 2 മൂലകം, രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും 8 വീതം മൂലകങ്ങൾ. 8. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ഗ്രൂപ്പിലും 5ാമത്തെ ഗ്രൂപ്പിലും വരുന്നത് 18 മൂലകങ്ങൾ. 18. ഇനി 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലും എത്ര വീതം? 32 വീതം. കാരണം അവസാനത്തെ ആ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇല്ലേ, അതും കൂടി ചേർക്കും. അപ്പോ 32 വീതം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഒന്നാമത്തെ ഇത് പീരീഡിന്റെ എണ്ണമാണ്, ഇത് മൂലകങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പീരീഡിൽ 2 മൂലകം, രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡുകളിൽ 8 വീതം, 4ാമത്തെയും 5ാമത്തെയും പീരീഡിൽ 18 വീതം, 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ 32 എലമെന്റ്സ് വീതം. അങ്ങനെ മൊത്തം 118 മൂലകങ്ങൾ. ഓക്കെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ? ഒരുപോലെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? 2ലും 3ലും എത്രയാ? 8 വീതം. 4ാമത്തെ പീരീഡിൽ എത്ര മൂലകമാണ്? 18. അപ്പൊ ഒരു മൂലകത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് അവിടെ നമുക്ക് ലഭ്യമായത്? പേരുണ്ടായിരിക്കും, പ്രതീകം ഉണ്ടായിരിക്കും, ഇലക്ട്രോണിക് വിന്യാസം ഉണ്ടായിരിക്കും, ആറ്റോമിക നമ്പർ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി നോക്കിയേ, മൂലകത്തിന്റെ പേര് തന്നിരിക്കുന്നു, അതിന്റെ പ്രതീകമുണ്ട്, ആറ്റോമിക നമ്പർ ഉണ്ട്, പിന്നെ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ലിഥിയത്തിന്റെ ആറ്റോമിക നമ്പർ 3 ആണ്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? 2, 1 എന്ന് എഴുതാം അല്ലെ? 2, 1. ഇനി ഓക്കെ, 2, 1. ഇനി അടുത്തത് സോഡിയത്തിന് 11 ആണ്. അപ്പൊ എങ്ങനെയാ? 2, 8, 1. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ലിഥിയത്തിന്റെ ആറ്റോമിക നമ്പർ നമ്മൾ കണ്ടു. എത്രയായിരുന്നു? 3. അപ്പൊ 2, 1 എന്ന രീതിയിൽ ഇലക്ട്രോൺ വിന്യാസം വന്നു. സോഡിയം ആണെങ്കിൽ 11, 2, 8, 1 എന്ന് വന്നു. പൊട്ടാസ്യത്തിന്റെ പ്രതീകം എങ്ങനെയാണ്? പൊട്ടാസ്യം K ആണ്. പൊട്ടാസ്യം K. ഇനി അടുത്തത് ആറ്റോമിക നമ്പർ 8, 2, 10, 18, 1, 19. ഓക്കെ, ഇനി റുബീഡിയം ആണെങ്കിൽ എത്രയാ? റുബീഡിയത്തിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 2, 8, 10, 18, 19 എത്രയാ? 37 വരും അല്ലെ? 37. ഓക്കെ,
37. ഇലക്ട്രോൺ വിന്യാസം എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആറ്റോമിക് നമ്പർ ഇവിടെ കിട്ടും അല്ലേ. ഇനി അടുത്തത് സീസിയം. സീസിയത്തിന് നമ്മൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ എസ് ആണ്. 55 ആണ്. ഫ്രാൻസിയോ ആണെങ്കിൽ 87 ആണ് കേട്ടോ. ആറ്റോമിക് നമ്പർ വരുന്നത് 87. ക്ലിയർ അല്ലേ? ഇനി ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്ക് വീണ്ടും പീരിയോഡിക് ടേബിളിലേക്ക് വരാം. അവിടെ നോക്കിയിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെയും അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെയും പ്രത്യേകത ഒന്ന് നോക്കാം. നിങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് വിന്യാസം ലിഥിയം 2,1, സോഡിയം 2,8,1. അതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. പൊട്ടാസ്യം 2,8,8,1. കണ്ടോ? റുബീഡിയം ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, സീസിയം ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ഫ്രാൻസിയം ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ വീതമാണ് വന്നിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കിയല്ലോ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, റേഡിയം, ഇതിന്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാഹ്യതമ ഷെല്ലിലേക്ക് നോക്കുമ്പോൾ 2 ഇലക്ട്രോൺ വീതമല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലുമുള്ള മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. മനസ്സിലായോ പറഞ്ഞത്? ഒന്നാമത്തെ ഗ്രൂപ്പിലെയും അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ എന്ത്? അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ എന്ത് കണ്ടെത്തി? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവയുടെ അവസാനം എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ ആ എണ്ണമാണ് ഈ ഒന്നാം ഗ്രൂപ്പാണോ രണ്ടാം ഗ്രൂപ്പാണോ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരേ ഗ്രൂപ്പിൽ പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണ്. ഒന്നാം ഗ്രൂപ്പിൽ എല്ലാത്തിന്റെയും ബാഹ്യതമ ഇലക്ട്രോണുകൾ 1 ആണ്. രണ്ടാം ഗ്രൂപ്പിൽ എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനാണ്. സാധാരണയായിട്ട് ആ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ആ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്ന് നമ്മൾ കണ്ണുംപൂട്ടി പറയാം. ഇനി ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവയെ മൂലക കുടുംബങ്ങളായിട്ട് മാറ്റുകയാണ്. അപ്പൊ നോക്കിയേ, ഓരോ ഗ്രൂപ്പിന്റെയും പേരുകൾ നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേബിളിൽ കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. കാരണം ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഈ ചോദിച്ച കാര്യങ്ങൾ ഒന്ന് ടിക്കടാം. 1, 2, 3 മുതൽ 12 വരെ, അതുപോലെ 17, 18 ഗ്രൂപ്പ് മൂലക കുടുംബത്തിന്റെ പേര് ചോദിച്ചിരിക്കുന്ന ഈ ടിക്കിട്ടിരിക്കുന്നതാണ് കേട്ടോ. മറ്റേ പിന്നെ നമുക്ക് പേര് നോക്കിയാൽ ഒരു എലമെന്റ്സ് നോക്കി പറയാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തേതിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 തൊട്ട് 12 വരെയുള്ള ആ ഒരു ഗ്രൂപ്പ്, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ. ഇനി 13 ആണെങ്കിൽ ബോറോൺ കുടുംബം, 14 ആണെങ്കിൽ കാർബൺ കുടുംബം, 15 ആണെങ്കിൽ നൈട്രജൻ കുടുംബം. അത് കഴിഞ്ഞ് 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങൾ. ഇപ്പൊ ഡി ബ്ലോക്കിലുള്ള ഈ സംക്രമണ മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നവയാണ്. അത് കളറുള്ള എലമെന്റ്സ് ആയിരിക്കും കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സവിശേഷതകൾ നമുക്ക് ഈ ഡി ബ്ലോക്കിൽ പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്. വേറെയും ഉണ്ട് കേട്ടോ, നോക്കാം. അപ്പോ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് നോക്കാം. പീരിയോഡിക് ടേബിളിലെ 1ഉം 2ഉം ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവയിൽ നിങ്ങൾക്ക് പരിചിതമായ മൂലകങ്ങൾ ഉണ്ടോ? ഇവയിൽ ലോഹങ്ങൾ ഏതൊക്കെയാണ്, അലോഹങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 1, 2 അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ, 1, 2, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിനെ തന്നെയാണ് എന്ത് പറയുക? പ്രാതിനിധ്യ മൂലകം അല്ലെങ്കിൽ
റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന്. കാരണം ഈ ഗ്രൂപ്പിൽ എന്തുണ്ട്? സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതുണ്ട്, ലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, അങ്ങനെ എല്ലാത്തിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. ഗ്രൂപ്പ് 1, 2, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ. അപ്പൊ ഈ ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് പറയുന്നു? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ ഓർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? സമാന സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ലോഹങ്ങള്, അലോഹങ്ങള്, ഉപലോഹങ്ങള്, ഖരാവസ്ഥയിലുള്ളവ, ദ്രാവകാവസ്ഥയിലുള്ളവ, വാതകാവസ്ഥയിലുള്ളവ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ലോഹങ്ങളുണ്ട്, അലോഹമുണ്ട്, മെറ്റലോയിഡ്സ് അല്ലെ ഉപലോഹങ്ങൾ, ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം കാണിക്കുന്നവയൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അതെ, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്. ഖരാവസ്ഥയിൽ കാണപ്പെടുന്നവ ഏതൊക്കെ? ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയൊക്കെ. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന അലോഹമാണ് ഇത് ബ്രോമിൻ വരുന്നത്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെയൊക്കെ. പിന്നെ ഉപലോഹങ്ങളും ഈ ഗ്രൂപ്പിൽ കാണപ്പെടുന്നുണ്ട്. ഉപലോഹങ്ങൾ സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി ഇതൊക്കെ ഉപലോഹങ്ങളാണ്. ഇനി കൂടാതെ ഏതൊക്കെയുള്ളത്? പിന്നെ അലോഹങ്ങളുണ്ട്. സൾഫർ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ അതൊക്കെ അലോഹമാണ്. അതേസമയം എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റില് ക്ലോറിനും, ഫ്ലോറിനും, ഓക്സിജനും, നൈട്രജനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വാതകാവസ്ഥയിൽ കാണപ്പെടുന്നതും കൂടിയാണ്. ഓക്കെ, പിന്നെ വരുന്ന ലോഹങ്ങളാണെങ്കിൽ ലിഥിയം, സോഡിയം അതൊക്കെ നമ്മൾ സോഡിയം, പൊട്ടാസ്യം ഒക്കെ മൃദുലോഹങ്ങളാണെന്ന് പഠിച്ചു അല്ലെ? പിന്നെ കാൽസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ളതൊക്കെ ലോഹങ്ങളുടെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ അറിയാലോ, ഉപലോഹം എന്ന് പറഞ്ഞാൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും പൊതു സ്വഭാവം കാണിക്കുന്നതാണ് ഉപലോഹങ്ങൾ. സിലിക്കണും, ജെർമേനിയം, ആഴ്സനിക്കും, ആന്റിമണി ഇതൊക്കെ എന്താണ്? ഉപലോഹങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം താഴെ തന്നതിൽ ഉപലോഹം അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. ലോഹ സ്വഭാവം, അലോഹ സ്വഭാവം പ്രകടിപ്പിക്കാൻ മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് താഴേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളാണ് പ്രധാന മൂലകങ്ങൾ അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പീരീഡ് 2 ഇവിടെ തന്നിട്ടുണ്ട്, പീരീഡ് 3 ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാട്ടോ. അപ്പോ ഇവിടെ കണ്ടോ, പീരീഡ് 2 പട്ടികയിൽ നൽകിയിരിക്കുന്ന മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എപ്രകാരമാണ്? നോക്കിയേ, ഇവിടെ കണ്ടോ. ഇപ്പൊ രണ്ടാമത്തെ പീരീഡ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കണേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ 1 ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ, അടുത്തതില് 2, ഇവിടെ വരുന്നത് 3, 4, 5, 6, 7, 8 എന്ന രീതിയിൽ. മൂന്നാമത്തെ പീരീഡിൽ നോക്കാം, സോഡിയം മുതൽ ആർഗൺ വരെയുള്ളത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 എന്ന രീതിയിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ കൂടിയാണ് വരുന്നത് അല്ലെ? അപ്പോ ഒരേ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു. ഒരേ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നേടുന്നത് വരെ ഓരോ ഇലക്ട്രോൺ വീതം കൂടി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെ? ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. ആദ്യം, ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ താഴേക്ക് പോകുന്നതാണ് ഗ്രൂപ്പ്. ഓക്കെ, സമാന സ്വഭാവം കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവയിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ പറഞ്ഞതാണ്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. കൂടാതെ വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള മൂലകങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, സോളിഡ് സ്റ്റേറ്റിലുള്ളതുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണെങ്കിൽ ബ്രോമിൻ ഉണ്ട്. പിന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലോ ഫ്ലോറിൻ, ക്ലോറിൻ, പിന്നെ ഓക്സിജൻ, നൈട്രജൻ ഇതൊക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ്. അപ്പൊ വ്യത്യസ്ത ഭൗതിക അവസ്ഥയുള്ള മൂലകങ്ങളും ഇവിടെ വരുന്നുണ്ട് അല്ലെ? പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നോക്കി, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഉപലോഹങ്ങൾ കാണുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് അല്ലെ? അതായത് ഗ്രൂപ്പ് നമ്പർ 14 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആ ചോദ്യത്തിന്റെ ആൻസർ ഗ്രൂപ്പ് 14
15, 16. ഗ്രൂപ്പ് 14-ലും 15-ലും 16-ലും ആണ് എന്ത് കാണുന്നത്? ഉപലോഹങ്ങൾ കാണുന്നത് കേട്ടോ. ഉപലോഹങ്ങൾ കാണുന്നത് 14, 15, 16. 2 വീതം ഉപലോഹങ്ങൾ ഈ ഓരോ ഗ്രൂപ്പിലും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാ. ഏതൊക്കെയാണെന്നുള്ളത് അറിയാലോ. 1, 2, പിന്നെ വരുന്നത് ഏതാ? 13 മുതൽ 18 വരെ. അപ്പൊ 1, 2 ആണെങ്കിൽ ആൽക്കലി ലോഹങ്ങള്. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങള്. പിന്നെ വരുന്നത് 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകളും, 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ട വാതകങ്ങളും. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ വരുന്നത് ഗ്രൂപ്പ് 1, 2, പിന്നെ 13 മുതൽ 18 വരെയുള്ള വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന വിധമാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം ഗ്രൂപ്പുകളിലെ ചില മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം. ലിഥിയത്തിന്റെ ആറ്റോമിക നമ്പർ 3 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2, 1. സോഡിയം ആണെങ്കിൽ സോഡിയത്തിന്റെ എത്രയാണ്? സോഡിയത്തിന്റെ 11 അല്ലേ? 11. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 1 എന്ന രീതിയിൽ എഴുതാം. 2, 8, 1. 2, 8, 1 എന്ന രീതിയിൽ എഴുതാം. ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇനി അടുത്തത് ബെറീലിയം. ബെറീലിയത്തിന്റെ കേസിലാണെങ്കിൽ ബെറീലിയത്തിന്റെ ആറ്റോമിക നമ്പർ 4 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2, 2 എന്ന് എഴുതാം. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇനി അടുത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യം ആണെങ്കിൽ Mg. ഇവിടെ നമ്മൾ പൊട്ടാസ്യം ആഡ് ചെയ്തില്ല അല്ലെ? പൊട്ടാസ്യം K. ഇനി നോക്കിയേ, ഇവിടെ അങ്ങനെ വരും 2, 8, 2 എന്ന് വരും. ഇനി കാൽസ്യത്തിന്റെ ആണെങ്കിൽ 20 ആണ് ആറ്റോമിക നമ്പർ വരുന്നത് കേട്ടോ. 20 ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ ബെറീലിയത്തിന് 2, മഗ്നീഷ്യത്തിന് 2, കാൽസ്യത്തിന് 2. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പൊ നമുക്ക് മനസ്സിലായി ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ഈ 2 ഗ്രൂപ്പിലെയും ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ക്ലിയർ അല്ലേ? മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത നോക്കിയേ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഇത് ബാധകമാണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ബോറോൺ കുടുംബം അല്ലെ? ബോറോൺ കുടുംബത്തില് ആറ്റോമിക നമ്പർ, ബോറോണിന്റെ ആറ്റോമിക നമ്പർ 5 ആണ്. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 3. ഇനി കാർബൺ ആണെങ്കിലോ 2, 4 എന്നാണ്. അപ്പൊ ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം 4. ഓക്കെ, ഇനി നൈട്രജൻ ആണെങ്കിൽ ആറ്റോമിക നമ്പർ 7. അപ്പൊ അതിന്റെ 2, 5 എന്ന് നമുക്ക് എഴുതാം. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 5. ഇനി അടുത്തത് ഓക്സിജൻ ആണെങ്കിൽ 2, 6 എന്ന് എഴുതാം. ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ എണ്ണം 6. ഇനി ഫ്ലൂറിൻ ആണെങ്കിൽ 2, 7 എന്ന് നമുക്ക് എഴുതാം. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 7. ഇനി ഇവയുടെയൊക്കെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ? ഗ്രൂപ്പ് നമ്പർ കാർബൺ ആണെങ്കിൽ 14ാമത് ഗ്രൂപ്പാണ്, 14. നൈട്രജൻ ആണെങ്കിൽ 15ാമത് ഗ്രൂപ്പാണ്. ഓക്സിജൻ ആണെങ്കിൽ 16ാമത് ഗ്രൂപ്പാണ്. ഫ്ലൂറിൻ ആണെങ്കിൽ 17ാമത് ഗ്രൂപ്പാണ്. അപ്പൊ എന്താണ് ഇവിടെ വ്യത്യാസം ഉള്ളത്? നമ്മൾ 1ാമത്തെ ഗ്രൂപ്പിലും 2ാമത്തെ ഗ്രൂപ്പിലും പറഞ്ഞതുപോലെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ആണോ ഇവിടെ ഗ്രൂപ്പ് നമ്പർ? അല്ല. ഇവിടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 10 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? 10 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 എന്ന സംഖ്യ ആഡ് ചെയ്തു. 10. അപ്പോ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് എന്ത് പറയുക? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ട്രാൻസിഷൻ എലമെന്റ്സ്. എത്ര ഗ്രൂപ്പിലായിട്ടാണ് ഇവയെ വിന്യസിച്ചിരിക്കുന്നത്? ഏതാണ്? 3 മുതൽ 12 വരെ. എത്ര ഗ്രൂപ്പാ? 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 10 ഗ്രൂപ്പുകളുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ പീരിയോഡിക് ടേബിളിൽ 2ാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ് സംക്രമണ മൂലകങ്ങളുടെ 10 ഗ്രൂപ്പുകൾക്ക് ശേഷമാണ് 13ാമത്തെ ഗ്രൂപ്പ് വരുന്നത്. നമ്മൾ ആ പീരിയോഡിക് ടേബിൾ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ പീരിയോഡിക് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും പീരിയോഡിക് ടേബിൾ വരിക അല്ലെ?
ക്ലിയർ ആണല്ലോ. അപ്പോ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇവിടെ 3, പിന്നെ 3 മുതൽ 12 വരെ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 13, 18 വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലക്ട്രോണുകളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു 10 ഗ്രൂപ്പുകൾ നമ്മൾ വരുന്നുണ്ട്, 3 മുതൽ 12 വരെയുള്ളവ. പിന്നെ ഇവിടെ നോക്കിയേ 13. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പില് ലാസ്റ്റ് ഷെല്ലില് ഇലക്ട്രോൺ വിന്യാസം 3 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഈ 10 കഴിഞ്ഞിട്ടാണ്, ഈ 10 ഗ്രൂപ്പുകളും ഇവിടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ അതാണ് ഈ 10 ഇവിടെ ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം. മനസ്സിലാവുന്നുണ്ടോ? പീരിയോഡിക് ടേബിളിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ് സംക്രമണ മൂലകങ്ങളുടെ 10 ഗ്രൂപ്പ്. അപ്പൊ ഈ 3 മുതൽ 12 വരെയുള്ളതാണ് സംക്രമണ മൂലകങ്ങൾ. അപ്പൊ ആ മൂലകങ്ങൾക്ക് ശേഷമാണ് 13ാമത്തെ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ 13 മുതൽ 18 വരെയുള്ള ഈ ഒരു മൂലകങ്ങളുടെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 എന്ന സംഖ്യ ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? അതുപോലെ ബോറോൺ കുടുംബം, കാർബൺ കുടുംബം, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, ഇപ്പൊ ഉത്കൃഷ്ടവാതകങ്ങൾ. അപ്പൊ അതുവരെ കണ്ടോ, ഓരോന്നിനെയും കൂടെ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ പോലെ 10 ആഡ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ അവയുടെ കൂടെ അവയുടെ ഇലക്ട്രോണിക വിന്യാസം, ആ വിന്യാസം എഴുതിയിട്ട് ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം 10 കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. പീരീഡ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡിന്റെ നമ്പർ ആയിട്ട് നമ്മൾ പറയാം. ഷെല്ലിന്റെ എണ്ണം എത്രയാണോ അതാണ് പീരീഡിന്റെ നമ്പർ ആയിട്ട് പറയുക. അപ്പൊ നമുക്കത് എക്സാമ്പിളിലൂടെ തന്നെ പഠിക്കാം. ആദ്യം ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1, ഇലക്ട്രോണിക വിന്യാസം 1, ഷെല്ലുകളുടെ എണ്ണം 1, സോ പീരീഡ് നമ്പറും 1 തന്നെ. ഹീലിയത്തിന്റെ ആറ്റോമിക നമ്പർ 2, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഏതാ? ഹീലിയത്തിന്റെ 2. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണം 1. അപ്പോ ഈ ഹീലിയത്തിന്റെ ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ആദ്യത്തെ ഈ ഒരു ഷെല്ലിൽ തന്നെ എന്ത് ചെയ്തു? ഈ 2 ഇലക്ട്രോണും ഫില്ലായല്ലോ. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോണും ഫില്ലായി. അപ്പൊ എന്താണ്? ഒറ്റ ഷെല്ലേ ഉള്ളൂ. ഇനി ലിഥിയത്തിന്റെ കേസിലേക്കാണ് വരുന്നതെങ്കിൽ ആറ്റോമിക നമ്പർ 3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും? 2, 1 എന്ന് എഴുതും. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം നോക്കിയേ, 2. ഷെല്ലുകളുടെ എണ്ണം 2 അല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ, ഒരു 3 അടുത്തൊരു ഷെല്ല് വരച്ചാലാണ് ആ മൂന്നാമത്തെ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം എത്രയായിരിക്കും? ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഷെല്ല് വേണം. അപ്പൊ പീരീഡിന്റെ നമ്പറും 2 തന്നെ. ഹീലിയത്തിന്റെ കേസ് ആണെങ്കിലോ ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോണും ഒക്കുപ്പൈ ആയി. അപ്പൊ പീരീഡ് നമ്പർ 1 തന്നെ. ഇനി ബെറീലിയം ആണെങ്കിലോ ബെറീലിയത്തിനും 2 ഷെല്ല് വേണം. ഇനി സോഡിയം ആണെങ്കിലോ നോക്കിയേ, 2, 8, 1. 2, 8, 1. 3 ഷെല്ലുകളിലായിട്ടല്ലേ ഈ ഇലക്ട്രോൺ പൂരണം കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഷെല്ല് വേണം. ഇനി മെഗ്നീഷ്യം ആണെങ്കിൽ 12 ആണ്. 2, 8, 2. അപ്പോഴും 3 ഷെല്ലുകൾ വേണം. അപ്പൊ 3 തന്നെയാണ് അതിന്റെ പീരിയോഡിക് നമ്പർ. പൊട്ടാസ്യം ആണെങ്കിലോ 2, 8, 8, 1 എന്ന രീതിയിലാണ്. അപ്പൊ 4 ആണ് പീരിയോഡിക് നമ്പർ. 4 ഷെല്ല് വേണം ഇലക്ട്രോൺ പൂരണം കംപ്ലീറ്റ് ആവാൻ വേണ്ടി. മനസ്സിലായല്ലോ? അപ്പൊ എത്ര ഷെല്ലുകൾ ഉണ്ടോ അത്രയും എണ്ണമായിരിക്കും അതിന്റെ പീരിയോഡിക് നമ്പർ. ഷെല്ലുകളുടെ എണ്ണം തന്നെയായിരിക്കും പീരിയോഡിക് നമ്പർ ആയിട്ട് വരുന്നത്. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡ് നമ്പർ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പഠിച്ചു. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഇപ്പൊ നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ പീരീഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട്, അല്ലെ പീരീഡ് ഏത് പീരീഡിലാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? 1ഉം 2ഉം പഠിച്ചു. 13 മുതൽ 18 വരെ പഠിച്ചു. അപ്പൊ ഈ 3 മുതൽ പിന്നെ 12 വരെയുള്ള ഗ്രൂപ്പിന്റെ ആ ഒരു ഗ്രൂപ്പിലെ പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കണമെങ്കിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി പഠിക്കണം. അത് നമുക്ക് ന്യൂ SCERT-യിലെ 10th സ്റ്റാൻഡേർഡിലെ ലെസൺ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിലാണ് വരുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന്റെ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിന്റെ അതിലെ പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വരും കേട്ടോ. ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പ്, ടെലഗ്രാം ചാറ്റ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അവിടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസും ആക്സസ് ചെയ്യുക. മെയ് ഓൺവേർഡ്സ് നമ്മളൊരു പെയ്ഡ് LP UP ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ
LP-UP കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അപ്ഡേഷൻസും നമുക്ക് ടെലഗ്രാം ചാനലിൽ തന്നെയായിരിക്കും ലഭ്യമാവുക. അപ്പൊ തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കാം. താങ്ക്